നമ്മൾ പഴയ കാലത്തുള്ള ട്രെയിനിൽ ഇപ്പോൾ യാത്ര ചെയ്യാൻ പോവുകയാണ്. സമയമായി കഴിഞ്ഞു. ട്രെയിൻ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് എത്തും. അതെ, ഇതെന്തായാലും രസമായിരിക്കും. വാവ്, ആന്റിക് എഞ്ചിൻ. ഇത് കാണാൻ എന്തുമാത്രം ഭംഗിയാ. വെൽക്കം വെൽക്കം വെൽക്കം. ഈ ട്രെയിനിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വരൂ വരൂ, അകത്തേക്ക് വരൂ. വരൂ കൂട്ടുകാരെ, നിങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നൃത്ത പരിപാടി തുടങ്ങും. നിങ്ങളത് കണ്ട് ആസ്വദിക്കൂ. നല്ല രസമുണ്ട്. ട്രെയിനിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയ ഉടനെ തന്നെ നമ്മൾ എഞ്ചിൻ എടുത്തുകൊണ്ട് രക്ഷപ്പെടുന്നു. മിണ്ടരുത് മിണ്ടരുത് മിണ്ടരുത്, ഇങ്ങനെ വിളിച്ചു കൂവരുത്. നമ്മുടെ പ്ലാൻ ഇവിടെ എല്ലാവർക്കും മനസ്സിലാവും. ഇതിനേക്കാളും എങ്ങനെ പതുക്കെ പറയാൻ കഴിയും? മനസ്സിൽ പറയാൻ കഴിയോ? എന്റെ മഹാരാജാവേ, ഇതിനെക്കാട്ടും പഴയ എഞ്ചിൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ. പിന്നെ എന്തിനു വേണ്ടി ഇപ്പോൾ നമ്മൾ ഈ എഞ്ചിൻ മോഷ്ടിക്കാൻ പോകുന്നത്? നമ്മളിത് മോഷ്ടിച്ചിട്ടുടൻ തന്നെ നശിപ്പിച്ചു കളയും. പിന്നീട് ഇതുപോലത്തെ എഞ്ചിൻ ഈ ലോകത്ത് നമ്മുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ അതൊക്കെ കാണാൻ ജനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരും. ടൂറിസം വളരും, നമുക്കൊരുപാട് പൈസയും കിട്ടും. എല്ലാവരും വേഗം വാ, പെർഫോമൻസിനുള്ള സമയമായിരിക്കുന്നു. അടിച്ചു പൊളിച്ചു തിമിർത്തു. നിങ്ങൾ എന്തായാലും ന്യൂസ് പേപ്പറിനടുത്ത് ജോലി ചെയ്യുന്നതാ നല്ലത്. അതെന്താ അങ്ങനെ? ഒരേ സമയത്ത് തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും ന്യൂസ് പേപ്പർ എറിയുന്നു. സംശയമുണ്ടോ? ചിരിച്ചോ ചിരിച്ചോ, ഇനി അല്പസമയം കൂടെ നിങ്ങൾ ചിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ കരയും. സോറി ചേട്ടാ, പോപ്പറ്റ് വെറുതെ തമാശ കാണിച്ചതാണ്, വിഷമിക്കരുത്. അവന്റെ സ്വഭാവം തന്നെ അങ്ങനെയാ. എന്തായാലും അവൻ അഹങ്കാരം കുറച്ച് കൂടുതലാ. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ട ഈ ഡാൻസ് കളിക്കുന്നതെന്ന് അറിയോ? നിങ്ങളുടെ ഡാൻസ് പറയത്തക്ക ഒന്നുമില്ല. ഇതിനെക്കാളും നന്നായിട്ട് ഞങ്ങളുടെ പോപ്പട്ട് പാട്ട് പാടും. അവന്റെ പാട്ട് തീ പറക്കും. നിന്റെ സ്വപ്നങ്ങളൊക്കെ മതിയാക്കിയിട്ട് ഉടൻ തന്നെ പാട്ട് പാട്. ശരി, ഞാനൊന്ന് പാടട്ടെ. ഇവന് കൊടുക്കേണ്ട ഇത് തന്നെയാണ്. എന്നാ പിടിച്ചോ. വീണ്ടും നിങ്ങൾ എന്നെ പച്ചമുഖത്ത് തിരിച്ചല്ലേ? അയ്യോ, എന്താണിത്? എന്റെ ഉടുപ്പിൽ തീ പിടിച്ചു. എന്റെ പാന്റിലും തീ പിടിച്ചു. എന്താടോ ഇത്? വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഈ പെർഫോമൻസ് ഇതോടെ അവസാനിച്ചിരിക്കുന്നു. യഥാർത്ഥ പെർഫോമൻസ് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. എല്ലാവരും വരൂ, നമുക്ക് പോയി അന്തപുരം കാണാം. എന്തായാലും കൊള്ളാം. ഇന്നത്തെ ദിവസം തീർച്ചയായും നമ്മുടെ ദിവസം തന്നെയായിരിക്കും. നമുക്ക് വേഗം തന്നെ പോയി ആ എഞ്ചിൻ അടിച്ചു മാറ്റാം. വാവ്, എന്ത് മനോഹരമായിട്ടുള്ള എഞ്ചിനാണത്. നിങ്ങൾ പോയി കൊട്ടാരം കണ്ടിട്ട് വാ. ഞാൻ എന്തായാലും ഈ എഞ്ചിൻ കണ്ടിട്ട് വരാം. കിട്ടി, ഞാൻ പറയുന്നത് വിട്ടേക്ക്.
അവളെന്തായാലും സന്തോഷിക്കട്ടെ, നമുക്ക് പോകാം. ആ ഈ എഞ്ചിൻ എത്ര മനോഹരമായിരിക്കുന്നു. അടിപൊളിയായിട്ടുണ്ട്. ലേഡി ഡ്രൈവറും ഉണ്ടല്ലോ. ഏയ് ഇല്ല, ഞാൻ ഡ്രൈവർ ഒന്നുമല്ല. അതെ, ഞങ്ങൾ എഞ്ചിൻ മോഷ്ടിക്കാൻ വന്നവരാണ്. എന്ത്? ഇതിന് നമുക്ക് എന്തായാലും ഹോസ്റ്റേജ് ആയി കൊണ്ടുവെക്കാം. എന്നെ വിടൂ. വിഷമിക്കേണ്ട, നിന്നെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. എന്താടാ നോക്കി നിൽക്കുന്നേ? വേഗം കറക്കടാ. അങ്ങയുടെ ആജ്ഞ പോലെ ഇപ്പോൾ തന്നെ ഞാൻ കറക്കാം. എടാ എടാ, നീ എന്തായി കാണിക്കുന്നേ? എന്നെ അല്ല കറക്കാൻ പറഞ്ഞത്. സോറി സോറി, തെറ്റ് സംഭവിച്ചു പോയി. എടാ, ലിവർ തിരിച്ച് എഞ്ചിനെ വേർപെടുത്തി ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് അദ്ദേഹം പറഞ്ഞത്. തെറ്റ് കാരണം സംഭവിച്ച മിസ്റ്റേക്ക് ആണ്. ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യാം. ഇവിടെ ആരും ഇല്ലല്ലോ. സമയം കളയാതെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യ. ഇപ്പൊ ചെയ്തേക്കാം. അങ്ങ് പറഞ്ഞ പോലെ ചെയ്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്? എടാ, ഒന്ന് വേഗം വന്ന് കേറാൻ നോക്ക്. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇതിലിരുന്നു. എടാ, എഞ്ചിൻ പോവുകയാണ്. കിറ്റി അതിനകത്താ ഉള്ളത്. നിർത്തൂ, ട്രെയിൻ നിർത്തൂ. ഇതെന്റെ ജീവിതാഭിലാഷമായിരുന്നു. ഇത് ഞാൻ സാധിച്ചെടുത്തു. ബൈ ബൈ. ഇനി എന്തായാലും ഈ എഞ്ചിൻ എനിക്ക് മാത്രം സ്വന്തം. അല്ല, അത് ബോഗിയല്ലേ? അത് ബോഗിയല്ല, അത് എഞ്ചിനാണ്. എടാ, എഞ്ചിനകത്ത് ബോഗി എന്നാണ് പറഞ്ഞത്. അതിനെ എങ്ങനെ ബോഗി എന്ന് പറയാൻ പറ്റും? ബോഗി എഞ്ചിന്റെ പുറകിലല്ലേ ഉണ്ടാവുക. ഓ, ഇവനെന്താ ഞാൻ പറയുന്നത് മനസ്സിലാകാത്തത്? ഞാൻ രാജാവ് ബോഗിയെ കുറിച്ച് പറഞ്ഞതാ. അങ്ങോട്ട് നോക്ക്. അയാൾ എഞ്ചിൻ മോഷ്ടിച്ചോണ്ട് പോവുകയാണ്. സംശയമുണ്ടോ? പിടിക്കവനെ. വിടില്ല. അടുത്ത സ്റ്റേഷനിൽ വെച്ച് ഞാൻ അവനെ പിടികൂടും. ഞ്ഞാ. ചക്കരേ, നീ ട്രെയിൻ ഒന്ന് നിർത്തിക്കേ. ഇപ്പൊ തന്നെ നിർത്താം. നമ്മെ ആരും പിന്തുടർന്ന് വരാതിരിക്കാനായി നമുക്ക് ഈ ടെലിഫോൺസിന്റെ വയസ്സെല്ലാം കട്ട് ചെയ്ത് കളയണം. ബാരാസിംഗ്, വേഗം വാ, നമുക്ക് പണി തുടങ്ങാം. ശരി യജമാനെ. ഇത് വല്ലാത്ത പൊക്കത്തിലാണല്ലോ. മുന്നിലുള്ളതല്ല, ഇതിന്റെ പിന്നിലുള്ളത് പൊട്ടിച്ചാ മതി. സോറി, അറിയാതെ പറ്റിയതാ. ഞാൻ ഇപ്പൊ പൊട്ടിക്കാം. ഇയാളുടെ ഒരു മണ്ടത്തരം. കൈ നനയാനും പാടില്ല, മീൻ പിടിക്കുകയും വേണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിക്കും? ഇങ്ങനെ. ഒരു എമർജൻസി മെസ്സേജ്. നോക്ക്, എനിക്ക് ഹെയർ പിൻസ് ഒട്ടും ഇഷ്ടമല്ല. എന്തായാലും ടെലിഫോൺസിന്റെ വയർ കട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് സേഫ്റ്റി. വയർ കട്ട്. എങ്ങനെയാ ഫോൺ ഡെഡ് ആയി പോയത്? എത്ര ദൂരം വെച്ചാ ഓടുക? ഇനി എനിക്ക് ഓടാൻ വയ്യ. ഐഡിയ, അങ്ങോട്ട് നോക്ക്. ഇത് ഞാൻ ഓടിക്കാം. ട്രാക്ക് മാറ്റിക്കോ. ശരിയായി, വേഗം വാ. വേഗം വേഗം തള്ളു. അവര് വരുന്നുണ്ട്, നമുക്ക് വേഗം രക്ഷപ്പെടാം. ഓ, ഇവന്റെ ഈ ഒരു കാര്യം. എന്തിനാണ് എഞ്ചിനുള്ള ഓടിക്കൊണ്ടിരിക്കുന്നത്? അത് പിന്നെ മഹാരാജാവാണ് എന്നോട് പറഞ്ഞത്. എടാ, വേഗം വന്ന് വണ്ടി കയറാ. ശരി അങ്ങുന്നേ. വേഗം കേറടാ.
വേഗം 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 ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോപ്പാട്ട്, നീ വേഗം പറഞ്ഞ അവരുടെ പുറകെ പോ. ഞാൻ അവിടെ തനിച്ചു പോയിട്ട് എന്ത് ചെയ്യാനാണ്? വേഗം വാ. അതാ ഗാർഡ്സ്. ഗാർഡ്സ്, അവർ എഞ്ചിൻ മോഷ്ടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്ത്? വേഗം വരൂ, അവരെ വേഗം പിന്തുടരൂ. എങ്ങനെ പോകാനാ? ട്രെയിനിന്റെ ഡ്രൈവർ ലഞ്ച് കഴിക്കാൻ പോയിരിക്കുമല്ലേ? നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, എല്ലാവരും ഇരിക്കേ, ഞാൻ എഞ്ചിന്റെ അടുത്ത് കൊണ്ടുപോവാ. വേഗം വരൂ, നമുക്ക് ഉടൻ തന്നെ ആ എഞ്ചിനെ രക്ഷിക്കണം. Yes, sir. ഇതിനെ ഉടൻ തന്നെ എടുത്തു മാറ്റാം, അതായിരിക്കും നല്ലത്. റെഡിയാണോ? ആ റെഡി. പേടിക്കണ്ട, നിർത്ത്, ഞങ്ങൾ പുറകിലുണ്ട്. അതാ പോകുന്നു എഞ്ചിൻ. ഗാർഡ്സ്, ഉടനെ റെഡി ആയിക്കോളൂ. ഗാർഡ്സ് ആരെയും കാണുന്നില്ല, സംശയമുണ്ടോ? തിരിച്ചു പോകാം. ആപത്ത്, ആപത്ത്. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? വെറുതെ പേടിപ്പെടുത്തരുത്, സംശയമുണ്ടോ? ഞാൻ പറഞ്ഞത് പുറകോട്ട് പോകാന്നാണ്. വേണ്ട, അതിനുള്ള സമയമില്ല. നമുക്ക് തന്നെ എന്തെങ്കിലും ചെയ്യാം. ഓ ഹണി, ട്രെയിൻ നിർത്ത്. വേഗം, അത് നമുക്ക് ട്രെയിനുമായി ബന്ധിപ്പിക്കാം. ഉടൻ കുറച്ച് വിറക് വേണം. ഇത് ഓടിക്കാൻ ഒരുപാട് വിറക് വേണം. വേഗം പോയി വിറക് കൊണ്ടുവാ. ആജ്ഞ പോലെ. ഒരു എഞ്ചിൻ വരുന്നുണ്ടല്ലോ. അങ്ങുന്നേ, അങ്ങോട്ട് നോക്ക്, അവരതാ വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, എഞ്ചിന്റെ പുറകിലുള്ള കമ്പാർട്ട്മെന്റ് അങ്ങ് കട്ട് ചെയ്തേക്ക്. ആജ്ഞ പോലെ. എടാ, കട്ട് ചെയ്യാനല്ല, ഇത് അഴിച്ചുവിടാനാ പറഞ്ഞത്. ദാ ചെയ്തേക്കാം. നമുക്കത് ഉപയോഗിക്കാം. എടാ, എന്ന ട്രെയിനകത്ത് കിട്ടിയുണ്ട്. നമുക്ക് കുറച്ചുകൂടെ മുമ്പിലേക്ക് ബോംബ് വർഷിക്കാം. അവർ പേടിച്ചിട്ട് നിർത്തിക്കോളും. സഭാഷ് ബന്നി, നല്ല പ്ലാൻ തന്നെയാണ്. ഹണി, എഞ്ചിൻ ഞാൻ ഓടിക്കാം, നീ ഫയർ ചെയ്യ്. ഓക്കെ. ജോർദാർ, കഷ്ണങ്ങൾ മാറ്റ്. എന്തായാലും ഇത് കൂടെ കുറച്ചിട്ടേക്കാം, നല്ല രസമായിരിക്കും. ഇതിന് വല്ലാത്ത ഭാരമാണ്. എടാ, ഇതെന്താണ്? എടാ, ഇത് ബീരങ്കി ഉണ്ടയാണ്. വേഗം പുറത്തേക്ക് എറിയേ. ഹണി, കഴുതേ, നീ എന്തായി കാണിക്കുന്നത്? ഭാരം കൂടി കഴിഞ്ഞാ പിന്നെ തീർച്ചയായിട്ടും ഇത് അടുത്ത് തന്നെ വീഴും. എന്നാ കുറച്ചുകൂടെ അങ്ങ് ഇട്ടേക്കാം. ഇപ്പൊ എല്ലാം ശരിയായി. എന്റെ അമ്മച്ചി, എന്റെ കാലിന്റെ കാര്യം പോക്കാണെന്നാ തോന്നുന്നത്.
കൊച്ചളിയാ, എന്റെ കൊച്ചളിയാ. പോയിക്കോ, പോ പോ. എന്റെ അമ്മച്ചി, ഇത് അണയ്ക്കാൻ പറ്റുന്നില്ലല്ലോ. കൊച്ചളിയാ, രക്ഷിക്ക്. ഓടിക്കോ, ഓടിക്കോ, വേഗം ഓടിക്കോ, ഓടിക്കോ. അല്ല, ഇവന്മാര് നമ്മുടെ പുറകെ തന്നെ ഉണ്ടല്ലോ. എടാ, അവരടുത്തെത്തി കഴിഞ്ഞു. വേഗം അത് അഴിച്ചുവിടാൻ നോക്ക്. അടിച്ചോണ്ടിരിക്കുക. എടാ പൊയ്ക്കോ, പൊയ്ക്കോ, പോകാൻ, പോടാ. എടാ പോകാൻ, പോടാ, എടാ, എടാ, മണ്ടത്തരം പോകാനാ പറഞ്ഞെ. കാണിക്കാതെ ഇത് വേഗം അടിച്ച് മാറ്റാൻ നോക്ക്. ഇപ്പൊ ശരിയാക്കാം. ബാരാസിംഗ് ട്രെയിനിൽ കുടുങ്ങിയിരിക്കുകയാണ്. ട്രെയിൻ ഒന്ന് സ്ലോ ചെയ്യൂ. ബാരാസിംഗ് എത്തിക്കഴിഞ്ഞു. ട്രെയിൻ സ്പീഡ് കൂട്ടിക്കോ. ഹണി, അങ്ങോട്ട് നോക്ക്. മണി, ട്രെയിൻ നിർത്ത്, അല്ലെങ്കിൽ വലിയ ആപത്തായി തീരും. ഞാൻ ഇപ്പൊ വരാം. ജോർദാർ, ഇഞ്ചൻ ഓടിക്കേ. വാവ്, എന്തായാലും കാര്യം കഴിഞ്ഞു. ആ, നീ അങ്ങോട്ട് നോക്ക്. എന്താ ഇത്? പുറകിലാക്കിയതേ ഉള്ളൂ, വീണ്ടും മുന്നിലേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ഉടൻ തന്നെ ട്രാക്കിൽ എന്തെങ്കിലും ഇട്ട് അവരെ തടയണം. ആജ്ഞ പോലെ. അതെന്തായാലും പോയി. സംശയമുണ്ടോ? എന്താണത്? എനിക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ പോയി ട്രാക്ക് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഹണി, എന്താ കാണിക്കുന്നത്? റിവേഴ്സിൽ എടുക്ക്. അവർ ട്രാക്ക് ചേഞ്ച് ചെയ്താണ്. ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കാം. ഇവന്മാര് നമ്മളെ വിടില്ലെന്നാണ് തോന്നുന്നത്. ഐഡിയ. ഇവരെ ടണലിൽ വെച്ച് നമുക്കൊരു പാഠം പഠിപ്പിക്കാം. ബോഗിയിൽ എന്തായാലും തീ വെക്ക്. ആജ്ഞ പോലെ. എടാ, ബോഗി എന്ന് പറഞ്ഞത് മഹാരാജാവിനെയല്ല, ട്രെയിനിലെ ബോഗിയാണ്. നിങ്ങൾ പറഞ്ഞത് എന്തായാലും നന്നായി, അല്ലെങ്കിൽ ഞാൻ ഇദ്ദേഹത്തെ കത്തിക്കുമായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ബോഗിയിൽ തീ വെച്ച് അതിനെ ടണലിലേക്ക് അയക്കുക. എന്തെങ്കിലുമൊക്കെ വേഗം ചെയ്ത് അവന്മാരെ തടഞ്ഞില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല.
മൂക്ക് എന്തായാലും കത്തി. ഇതോടെ എല്ലാം തീരും. എവിടുന്ന ഈ പുക വരുന്നത്? വേഗം വാ, നമുക്ക് പുറത്ത് ചാടാം. കൂട്ടുകാരെ, നമ്മളാ രാജാവിന്റെ രാജ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങോട്ട് നോക്ക്. നമുക്ക് എത്രയും പെട്ടെന്ന് ആ മഹലിനകത്തേക്ക് പോകണം. തീർച്ചയായും രാത്രി നമ്മുടെ എഞ്ചിൻ എടുത്തുകൊണ്ട് തിരിച്ചു പോയേക്കാം. ഇല്ല, നമ്മൾ കിറ്റിയും രക്ഷപ്പെടുത്തണം. അതെ, നമുക്ക് മഹലിലേക്ക് പോകാം. നമ്മൾ എന്തിനാ ഗാർഡ്സിന്റെ വേഷത്തിൽ വന്നിരിക്കുന്നേ? അതെന്താന്ന് വെച്ചാൽ നമ്മൾ ആരും മനസ്സിലാക്കാൻ പാടില്ല. വേഗം വാ. നീ വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്നെ എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങൾ രക്ഷപ്പെടുത്തിയിരിക്കും. ഞാനുണ്ട്, വിഷമിക്കണ്ട. ഞാനുള്ളപ്പോ നീ ഒന്നിനെ കുറിച്ചും പേടിക്കണ്ട. ഇത് വളരെ വലുതാണല്ലോ. എങ്ങനെ കിറ്റിയെ രക്ഷിക്കും? ജോർദാർ, നീ റൈറ്റിലേക്ക് പൊയ്ക്കോ. കാതും കണ്ണും തുറന്നു വെക്കേ. ഉറങ്ങാൻ പാടില്ല. ശരി ശരി. പോപ്പട്ടെ, നീ ഉയർന്നു പറക്ക്. പിന്നെ ഹണി, അല്ല ഈ ഹണി എവിടെ പോയി? അങ്ങോട്ട് അങ്ങോട്ട് നോക്ക്. നോക്ക്. ഇതെന്തായാലും ശരിയാവില്ല. ഹണി, വേഗം വാ. ഹണി, വേഗം വാ. വേഗം താഴെ കിടക്ക. പോപ്പട്ടെ, ഒന്ന് നോക്കടാ, എത്ര ഗാർഡ്സ് ഉണ്ട്? ആ ശരി. നാല് ഗാർഡ്സ് ഉണ്ട്. പോപ്പട്ടെ, അവിടെ ആയുധങ്ങളെടുത്ത് മാറ്റണം. ആരവിടെ? ആരാണെന്ന്? ആ എഞ്ചിന്റെ അകത്ത് ആരുണ്ട്? വേഗം വാ. പ്ലാൻ സെറ്റ്, വേഗം വാ. ഇനി ഈ എഞ്ചിൻ നമുക്ക് മാത്രം സ്വന്തം. ആജ്ഞ പോലെ. ലോകത്തിലുള്ള എല്ലാവരും ഈ എഞ്ചിൻ കാണാൻ വരും. ടൂറിസം വളരുകയും ചെയ്യും. അടിപൊളി തന്നെ. വെയിലത്ത് നിന്ന് പട്ടം പറപ്പിച്ച് നിങ്ങളുടെ ബുദ്ധി കൂടി പട്ടം പോലെ പറന്നു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ചക്കരെ, മഹാരാജാവിന് വട്ടല്ല, അദ്ദേഹം സന്തോഷത്തിൽ ഡാൻസ് കളിക്കുകയാണ്. എടാ, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ നീ അവളെ ചക്കരയെന്ന് വിളിക്കരുത്. ആജ്ഞ പോലെ. ഇനി ചക്കരയെ ചക്കരയെന്ന് വിളിക്കരുത്. ഇയാള് കാണിച്ച ഓരോ മണ്ടത്തരം കാരണം നമ്മുടെ സമ്പത്ത് മുഴുവൻ നശിച്ചു പോയിരിക്കുകയാണ്. 2 മാസമായിട്ട് ശമ്പളം പോലും ആർക്കും കൊടുത്തിട്ടില്ല. ഇതിനിടയിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഡാൻസ് കളിക്കുകയാണത്രേ. മഹാരാജാവേ, ആ പൂച്ച ഇനി എന്താണ് ചെയ്യേണ്ടത്? അവളെ കൊണ്ട് ഇനി ഒരു പ്രയോജനവുമില്ല. ഒരു കാര്യം ചെയ്യ, നീ അവളെ നമ്മുടെ ഗോഡൌണിൽ കൊണ്ട് അടച്ചിട്ടേക്ക്. എന്നാൽ മഹാരാജാവേ, അവിടുന്നെങ്ങാനും അവൾ രക്ഷപ്പെട്ടു പോയാലോ? അവിടെയുള്ള എന്റെ സാധനങ്ങൾക്ക് ഒരു നാശവും സംഭവിക്കാൻ പാടില്ല. ദേ നോക്ക്, ആരും കരയുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. നീ വേഗം കരച്ചിൽ നിർത്തിയിട്ട് കണ്ണു തുടക്കി. അല്ല, ഇപ്പൊ എവിടെയുള്ളത്? അല്ല, അല്ല, അല്ല. ആര്?
ഇദ്ദേഹമോ? ഓ, അല്ലടാ പൂച്ച. ആ പുറത്തുള്ള മുറിയിലുണ്ട്. വേഗം വാ, നമുക്ക് ഉടൻ തന്നെ കിറ്റിയെ രക്ഷിക്കണം. പോകാം. അവൾ തീർച്ചയായും ഈ മുറിയിൽ തന്നെ ആയിരിക്കും. കിറ്റി, ബണ്ണി നീ എത്തിയോ? ആ നീ പേടിക്കണ്ട, നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്തും. എന്നിട്ട് നമുക്ക് സുരക്ഷിതമായി എഞ്ചിനിൽ പോവാൻ ചെയ്യാം. ഓക്കേ. ആ, എങ്ങോട്ട് പോയി? കിറ്റി അകത്തുണ്ട്. അവളെ എത്രയും പെട്ടെന്ന് പുറത്തെടുക്കണം. ഞാൻ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ട്രൈ ചെയ്യാം. ഇത് തുറക്കുന്നതേ ഇല്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. അതായിരിക്കുന്നു കിട്ടി. താക്കോൽ അത് അവിടെയുണ്ട്. നിങ്ങൾ എല്ലാവരെയും കണ്ടപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമായി. നിന്നെ രക്ഷിക്കാനായി ഞങ്ങൾ എവിടെ വേണമെങ്കിലും വരും. സംശയമുണ്ടോ? ഇവിടെ ആരെങ്കിലും വരുന്നതിന് മുൻപ് നമുക്ക് വേഗം സ്ഥലം വിടാം. നമ്മൾ ആരെയും ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ, പിന്നെന്തിനാ അവര് വരുന്നത്? എടാ കഴുതേ, വരാൻ പോകുന്നത് നമ്മുടെ ബന്ധുക്കളല്ല, ഗുണ്ടകളാണ്. മനസ്സിലാക്കിക്കോ. വേഗം വാ. ഞാനും വരുന്നു, നിൽക്ക്. ജാമായി എന്നാ തോന്നുന്നത്. വാതിൽ വഴി നമ്മൾ പുറത്തു പോകേണ്ടി വരും. ആരുമില്ല, വേഗം വാ. ഇവിടുന്ന് എങ്ങനെ പുറത്തേക്ക് പോവുക? അങ്ങോട്ട് നോക്ക്, അതുവഴി പുറത്തു കിടക്കാൻ കഴിയും. എന്നാൽ നമ്മൾ എങ്ങനെയാണ് അവിടേക്ക് എത്തുക? ദാ ഈ കയറിലൂടെ. വിടരുത്, ഒന്നിനെയും വെറുതെ വിടരുത്. എടാ, നീ എന്തായി കാണിച്ചത്? ഇതാ പിടിച്ചോ, ഇത് കൂടി പിടിച്ചോ. എന്നാ പിടിച്ചോ. വിടരുത്, അവര് രക്ഷപ്പെടാൻ പാടില്ല. ഇതും കൂടെ വെച്ചോ. എടാ, എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇവരാരൊക്കെയാന്ന് വേഗം പറയടാ. അങ്ങുന്നേ കൊട്ടാരത്തിൽ ഡിക്റ്റേറ്റീവ്സ് കയറിയിരിക്കുക. എന്തോന്ന് ഡിറ്റക്റ്റീവ്സ്? പക്ഷെ അവർ ഇവിടെ നിന്നും രക്ഷപ്പെടാനേ പാടില്ല. അത് കഴിയില്ല. ഇവർക്കാർക്കും നമ്മുടെ പെയിന്റിങ്സിന്റെ പുറകിലുള്ള വാതിലിനെ കുറിച്ച് അറിയില്ലല്ലോ. താങ്ക് യു സർ. എടാ കഴുതേ, അങ്ങനെ വിളിച്ചായിരുന്നോ? നിന്നെ വിളിച്ചതല്ലടാ, അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കഴുതി വിളിച്ചതാ. സംശയമുണ്ടോ? നീ വരാൻ നോക്ക്. വേഗം ഓമാരെ പിടിക്ക്. ആരും തന്നെ രക്ഷപ്പെടാൻ പാടില്ല. വരൂ, വേഗം വരൂ. വേഗം വേഗം വരാൻ നോക്ക്. വേഗം വേഗം വാ. എടാ, അവര് വരുന്നുണ്ട്. ആരെയും വിടരുത്. ഞങ്ങൾ പുറകെ തന്നെ ഉണ്ട്. പിടിക്കവരെ, അവര് രക്ഷപ്പെടരുത്. കേട്ടല്ലോ? യെസ് സർ.
വരൂ, മുകളിലേക്ക് പോകാം. രണ്ട് ഗാർഡ്സ് എഞ്ചിനിൽ കാവലായിട്ടുണ്ട്. പക്ഷെ എന്റെ പക്കൽ ഒരു ഐഡിയ ഉണ്ട്. ഇവിടെ നിങ്ങൾ എന്തെടുക്കുക? മഹാരാജാവ് അവിടെ വിളിക്കുക. മെഹലിനകത്ത് ശത്രുക്കൾ നുഴഞ്ഞുത്രേ. ഇപ്പൊ തന്നെ പോകാം. വേഗം വാ, വേഗം. ആ, പിടിക്ക്, അവര് രക്ഷപ്പെട്ടു പോവുകയാണ്. വേഗം പോയി നമ്മുടെ ട്രെയിൻ എടുത്തോണ്ട് വാ. ഈ എഞ്ചിൻ നമ്മൾ കൊണ്ടുപോയാൽ പിന്നെ അവർക്ക് നമ്മളെ പിടിക്കാൻ കഴിയില്ല. കഴുതേ, അവരുടെ അടുത്ത് അവരുടെ പേഴ്സണൽ ട്രെയിൻ ഉണ്ട്. ട്രെയിൻ മുന്നോട്ട് പോകണമെങ്കിൽ ട്രാക്ക് ക്ലിയർ ആയിരിക്കണം, മനസ്സിലായോ? ഇതെങ്ങനെങ്കിലും പൊട്ടിക്കണം. പക്ഷേ എങ്ങനെ? ആ എഞ്ചിൻ സ്റ്റാർട്ട് ആക്കിക്കോ. ശരി, ഞാൻ ഏറ്റവും പൊപ്പാട്ട്, ഈ കയറിനെ മുറിക്ക്. ഇന്നാ പിടിച്ചോ. എല്ലാവരും വേഗം ട്രെയിനിനകത്ത് കയറിയിരിക്ക്. പിന്തുടര്, അവരെ വേഗം പിടിക്കാൻ നോക്ക്. നമുക്ക് എഞ്ചിൻ ഓടിക്കാനായിട്ട് ഒരുപാട് വിറകളുടെ ആവശ്യം വരും. വേഗം അതൊക്കെ എടുത്തോ. നീ എന്താടാ സഹായിക്കുകയാണോ ഞങ്ങൾക്ക് ജോലി കൂട്ടുകയാണോ? ഇവൻ ഒരിക്കലും നന്നാവുകയില്ല. വേഗം, അവരുടെ വരുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? എപ്പോ സംഭവിച്ചു? എന്തിനാണ് സംഭവിച്ചത്? ഇങ്ങനെ സംസാരിച്ച് നിൽക്കാതെ അതിനെടുത്ത് മാറ്റാൻ നോക്ക്. വലിച്ചു പിടിച്ചു ഐലസ, എടുത്തു പിടിച്ചു ഐലസ. വേഗം ചെയ്യ്, അവര് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ചാൻസ് ഒരിക്കലേ കിട്ടുകയുള്ളൂ. അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കിട്ടുകയില്ല. എല്ലാം ശരിയാക്കി, വേഗം വാ. ഇത് വെച്ച് അവരെങ്കിലും നിർത്താൻ നോക്കണം. അവർ ബോഗിയെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. അത് ഉടൻ തന്നെ വലിച്ചെറിയണം. ആജ്ഞ പോലെ. ഇത് അവള് പറഞ്ഞത് മഹാരാജാവ് ബോഗിയെ കുറിച്ചല്ല, അവര് ട്രെയിനിൽ നിന്നും വലിച്ചെറിഞ്ഞ സാധനങ്ങളെ കുറിച്ചാണ്. സോറി, ഇപ്പൊ തന്നെ എടുത്തു മാറ്റാം. സ്റ്റീം ഉണ്ടാക്കാനായിട്ട് വെള്ളം ചൂടാക്കി എടുക്കണം. നീ എന്താടാ കഴുതെ കാണിച്ചത്? എല്ലാം മാറ്റി കഴിഞ്ഞു, വേഗം വാ. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്?
അവരതാ എത്തിക്കഴിഞ്ഞു. സംശയമുണ്ടോ? അല്ല, ഇത്ര പെട്ടെന്ന് എവിടുന്നാണ് ഒരു വാട്ടർഫോൾസ് ഉണ്ടായത്? തീ മുഴുവൻ അണഞ്ഞു പോയല്ലോടാ. വേഗം തീ കത്തിക്ക്. എത്രയും വേഗം എവിടുന്നെങ്കിലും വിറകുകൾ കൊണ്ടുവാ. ആജ്ഞ പോലെ. നീ എത്രയും പെട്ടെന്ന് പോയി ഉണങ്ങിയ വിറക് കഷ്ണങ്ങൾ കൊണ്ടുവരണം, മനസ്സിലായോ? ഹണി, വേഗം വിറകെടുത്തിട്. വേഗം ഈ വിറക് വെച്ചോണ്ട് ട്രെയിൻ ഓടുവോ? മാറ്, ഞാൻ ഇട്ടേക്കാം. എടാ, അവർ നമ്മളെ പിന്തുടർന്ന് എത്തിക്കഴിഞ്ഞു. സംശയമുണ്ടോ? ഗാർഡ്സ് ഡിപ്പയിൽ കുടുങ്ങിയിരിക്കാണ്. എന്തെങ്കിലും ചെയ്താൽ മതിയാകൂ. ഡിപ്പയെ നമുക്ക് വേർതിരിക്കാം. നീ ഉടൻ തന്നെ ബോഗിയെ വേറെ ട്രാക്കിലേക്ക് മാറ്റണം. ആജ്ഞ പോലെ. നീ എന്താടാ ഈ കാണിക്കുന്നത്? എന്നെ അല്ല, ട്രെയിനിന്റെ ബോഗിയുടെ കാര്യം പറഞ്ഞേ. നിൽക്ക്, അവരെ നമുക്ക് മുഴുവനായിട്ട് കാത്തിരിപ്പിക്കാം. ഹണി, ട്രെയിൻ ഓടിക്ക്. എടാ, ഞാൻ കേറിയിട്ടില്ല. നിൽക്ക്. ബണ്ണി കേറിയില്ല. വേഗം വണ്ടി നിർത്തൂ. അനങ്ങുന്നില്ലല്ലോ. ഇത് ജാമാണെന്നാ തോന്നുന്നേ. ട്രെയിൻ നിർത്ത. എടാ, എന്തിനാടാ പുറകോട്ട് പോകുന്നത്? നീ എന്താണ് ഈ കാണിച്ചത്? ഞാൻ ട്രെയിൻ നിർത്താനേ നോക്കിയുള്ളൂ. എഞ്ചിൻ തന്നെത്താനെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. എടാ നിർത്ത്, അല്ലെങ്കിൽ വലിയ ആക്സിഡന്റ് ഉണ്ടാവും. ശത്രുക്കള് പോലും എന്നോട് ഇങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല. നീ എന്തിനാടാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മഹാരാജാവേ, അവര് ട്രാക്ക് ചേഞ്ച് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ പുറകെ എടുക്ക്. എടാ, അടുത്തായി ബ്രിഡ്ജ് വരുന്നുണ്ട്. വേഗം നിർത്ത. കൂട്ടുകാരെ, അവരെ നിർത്താൻ ഒരു വഴിയുണ്ട്. എന്താ? ഈ ബ്രിഡ്ജ് തീ വെച്ച് കത്തിക്കണം. കഴുതേ, ബ്രിഡ്ജിന് തീ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ പോവും? കഴുത ബണ്ണിയല്ലടാ, നീയാണ്. നമ്മൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്തതിന് ശേഷം തീ വെക്കുന്ന കാര്യമാണ് അവൻ പറഞ്ഞത്. സംശയമുണ്ടോ? വേഗം ബ്രിഡ്ജിന് പുറത്ത് വിറകുകൾ വെക്ക്. ഞാനും സ്ട്രോങ് ആണ്. ഞാനും എല്ലാരെയും സഹായിക്കും. ജോർദാറെ, ഈ മരങ്ങൾ ഉടനെ എടുത്തിടണം. ശരി. ഞങ്ങൾ അപ്പുറത്ത് വരാം. ഹണി, ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യ. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ആ ഹണി നേരത്തെ തന്നെ തീട്ടം തോന്നുന്നു. താഴെ തീ പിടിച്ചിട്ടില്ല. ഞാൻ താഴത്തുകൂടെ വരാം. നിങ്ങൾ ട്രെയിനകത്ത് ഇരിക്ക.
താഴെ നോക്കിയപ്പോ വല്ലാതെ പേടിയാക്കുന്നു. സംശയമുണ്ടോ? നീ എന്തിനാ എങ്ങനെ വരുന്നത്? നിനക്കെന്താ പറന്ന് വന്നൂടെ? അല്ല, അത് ശരിയാണല്ലോ. ഞാൻ പേടി കൊണ്ട് മറന്നുപോയതാണ്. സംശയമുണ്ടോ? അവർ ബ്രിഡ്ജിന് തീ കൊളുത്തിരിക്കുകയാണ്. പേടിക്കണ്ട, ബ്രിഡ്ജ് മുഴുവൻ കത്തി നശിച്ചു പോയിട്ടൊന്നുമില്ല. നമുക്ക് അവരെ പിടിക്കാൻ കഴിയും. ആന്റിക് എഞ്ചിൻ തിരിച്ചെത്തിയിരിക്കുന്നു. അടിപൊളി, എഞ്ചിൻ എന്തായാലും തിരിച്ചു കിട്ടി. ഞങ്ങൾ കൊണ്ടുവന്നത് എഞ്ചിൻ മാത്രമല്ല, എഞ്ചിനകത്ത് കള്ളന്മാരും ഉണ്ട്. കള്ളനോ? എവിടെ? ആ ഞങ്ങൾ ബ്രിഡ്ജിനെ തീയിട്ടിരിക്കുകയാണ്. അവരൊക്കെ ബ്രിഡ്ജിന്റെ അപ്പുറത്തുണ്ട്. രാജാവും ഡെപ്പയും അവന്റെ സൈനികരും. വേഗം വരൂ. വേഗം പോയി നോക്കാം. സൈനികരെ വെച്ചോണ്ട് യുദ്ധം ചെയ്യാൻ വന്നതല്ലേ? ഇപ്പൊ ഇങ്ങ് കേറി വാ. എന്റെ പണി തീർന്നിരിക്കുക. എനിക്ക് അടികൂടാനുള്ള ആരോഗ്യമൊന്നുമില്ല. എന്റെ പുതിയ ഡ്രസ് നശിച്ചു. ചക്കരേ, ഞാൻ പറഞ്ഞിട്ടില്ലേ, കരയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ജയിലിനകത്ത് എന്തായാലും ഒരുപാട് കരയേണ്ടി വരും. സംശയമുണ്ടോ? പക്ഷെ ഞങ്ങൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ചക്കരേ, ഇത് പബ്ലിക്കാണ്. നമ്മൾ ചെയ്ത എല്ലാ തെറ്റും അവർക്കറിയാം. വേഗം വേഗം വന്നവരെ അറസ്റ്റ് ചെയ്യാ. ആ, അടിപൊളി കുട്ടികളെ, ഞങ്ങളുടെ ആന്റിക് എഞ്ചിനെ നിങ്ങൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരി കിറ്റിയെ രക്ഷപ്പെടുത്താനാണ് വന്നത്. അതിനിടയ്ക്ക് എഞ്ചിനെ രക്ഷപ്പെടുത്തിയെന്നുള്ളൂ. താങ്ക് യു ഹണി. വിതച്ചതൊരുത്തൻ, കൊയ്തത് മറ്റൊരുത്തൻ. ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. സംശയമുണ്ടോ? കിറ്റി, ഞാനാണ് നിന്നെ രക്ഷപ്പെടുത്തിയത്. അതെ, ബണ്ണിയെ തീർച്ചയായിട്ടും അഭിനന്ദിച്ചേ മതിയാവൂ. ആ, 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 ആ. കിറ്റിയെ രക്ഷപ്പെടുത്തിയതിന് വേണ്ടിയിട്ട് താങ്ക് യു വെരി മച്ച്. വിടറാനെ, വിടാ, വിടാൻ.